ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ കൂട്ടുകാരി അഞ്ജുവിൻ്റെ വീടിൻ്റെ പാലുകാച്ചായിരുന്നു കേട്ടോ കഴിഞ്ഞ ദിവസം. അപ്പം തലേ ദിവസം തന്നെ നമ്മൾ വീട് ഒന്നും കൂടി ക്ലീൻ ചെയ്തെടുത്തു. നമ്മുടേതായ രീതിയിൽ നമ്മൾ ആളുടെ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചാണ് നമ്മുടെ ഈ വീട് ക്ലീൻ ചെയ്തെടുത്തത്. എന്തുകൊണ്ടാണ് ഈ വീട് നമ്മൾ ഒന്നുകൂടി ക്ലീൻ ചെയ്തെടുക്കേണ്ടി വന്നതെന്നുള്ളത് വലിയൊരു കഥയാണ് കേട്ടോ. അപ്പം അത് ഈ ഒരു വീഡിയോ മതിയാവുള്ളത് പറയാനായിട്ട്, അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് പറയാത്തത്. അവളുടെ വീട് റെന്റിന് എടുത്തേക്കുന്നത് നമ്മുടെ വീട് തൊട്ടടുത്ത് തന്നെയാണ്. അവൾ താമസിക്കുന്ന ഒരു ഫ്ലാറ്റിലാണ്, 3rd ഫ്ലോറിലാണ് അവളുടെ വീട് കേട്ടോ. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരം ആയിരുന്നു അവളുടെ വീടിൻ്റെ പാലുകാച്ച്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഒത്തുകൂടി. അപ്പം അവള് ഇതുപോലെ എൻ്റെ പോലെ തന്നെ കോഹോട്ട് 41 ഉള്ളൊരു കുട്ടിയായിരുന്നു. അങ്ങനെ അവളുടെ ഫാമിലി വരാറായിട്ടുണ്ട്. അപ്പോൾ അവൾ വീടും വേറൊരു വീട്ടിലേക്ക് മാറിയതാണ്. അവൾ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് കേട്ടോ. നല്ല ഭംഗിയാണ് അവളുടെ വീട് കാണാൻ. വീടിപ്പം പുതിയതായിട്ട് മാറുമ്പം വീട് ആകെ അലങ്കോലായിരിക്കുമല്ലോ. അവളുടെ സാധനങ്ങളൊക്കെ കുറേ അടുപ്പിച്ച് വരുന്നതേ ഉള്ളൂ. അങ്ങനെ പാലുകാച്ചൊക്കെ നല്ല അടിപൊളിയായിട്ട് നടന്നു കേട്ടോ. പിന്നെ നമ്മൾ അറിയാലോ, നമ്മളിങ്ങനെ അങ്ങന്നും ഇങ്ങന്നൊക്കെ വരുന്ന ആൾക്കാർ, ഇങ്ങനെയുള്ള കൂട്ടങ്ങളെല്ലാം കൂടിയാണ് നമ്മളൊരു ഇനി പോകെ നമ്മളൊരു ഫാമിലി പോലെ ആയിരിക്കും. എല്ലാവരും കൂടി ഒത്തുകൂടും, പിള്ളേരെല്ലാം കൂടി കളിക്കും. നമ്മളും അതെ, നമ്മുടെ ഒരു ഫാമിലി ഫ്രണ്ട്സ് എന്നുള്ള ആ ഒരു ചുറ്റുവട്ടത്തിലേക്ക് നമ്മളും അങ്ങനെ ജെല്ലാവും. അങ്ങനെയൊക്കെ അല്ലേ. പാലക്കാത്തിന് ശേഷം ഫ്രൈഡ് റൈസും ചിക്കൻ 65 ആണ് ഉണ്ടാക്കിയത്. അപ്പം അവൾ ഓർഡർ ചെയ്ത ടേബിളും ചെയറൊന്നും വരാത്തതുകൊണ്ട് തന്നെ നമ്മൾ നിലത്തിരുന്നാണ് കഴിച്ചത്. ബാക്കിയുള്ള സാധനങ്ങളെല്ലാം അടുപ്പിച്ച് അറേഞ്ചായി വരുന്നതേ ഉള്ളൂ. നല്ലൊരു ക്വാളിറ്റി ടൈമായിരുന്നു. ദെൻ നമ്മൾ ബോൾട്ട പാർക്കിലേക്ക് പോയി. അവൾ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ഈ ഒരു പാർക്ക്. അങ്ങനെ തിരിച്ചു വന്നു. നമ്മൾ ആവേശത്തിൽ നമ്മുടെ രംഗച്ചേട്ടൻ്റെ മാസ്റ്റർ പീസ് ഗെയിമുണ്ടല്ലോ, അതാണ്. പിന്നെ അങ്ങനെ നന്നായിട്ട് എൻജോയ് ചെയ്ത ഒരു സമയമായിരുന്നു കേട്ടോ. ഒത്തിരി നാളുകളായി, കുറച്ച് ദിവസങ്ങളായി നമ്മളിങ്ങനെ ഒന്ന് കൂട്ടം കൂടിയിട്ട്. അങ്ങനെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചിക്കൻ ഗ്രില്ല് ചെയ്ത് കഴിച്ചു. ഒത്തിരി നാളുകളായി കേട്ടോ ഇങ്ങനെ പാകത്തിൽ നിന്ന് എല്ലാവരും കൂടി വട്ടം കൂടിയിരുന്ന് കൈയിട്ട് വാരി കഴിച്ചിട്ട്. അപ്പം ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ അവൾ ആമസോണിൽ നിന്ന് കട്ടിലുകളും ബെഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ റെഡിയാക്കുക. അപ്പം ഈ കട്ടിൽ വരുമ്പോൾ അതിൻ്റെ കൂടെ ടൂൾസും കൂടെ തന്നെ ഉണ്ടാകും. നമ്മളതെല്ലാം കട്ടിൽ അതിൻ്റെ ഫ്രെയിമെല്ലാം സെറ്റ് ചെയ്തു. അങ്ങനെ ഈ ബെഡും കട്ടിലെല്ലാം ഫിക്സ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ഏകദേശം 2-2:30 മണിയായിട്ട് വെളുപ്പിന്. ആർക്കും ഡ്യൂട്ടി ഒന്നും ഇല്ലായിരുന്നു, എല്ലാവർക്കും ഓഫായിരുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് കിടക്കണം എന്നുള്ള നിർബന്ധങ്ങളോ വാശികളൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ. അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.